പാണ്ടുപെട്ടം 7-ാം വാരം ചൊവ്വ. തിരുവചനം: അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനും ആകണം. മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 35-ാം തിരുവചനം. അബ്രഹാം ലിങ്കൺ അമേരിക്കയിലെ 16-ാമത്തെ പ്രസിഡൻ്റാണ്. 1860 വിജയിച്ച് ഈ സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് പരാജയത്തിൻ്റെ ഒരു നീണ്ട ചരിത്രം അദ്ദേഹത്തിനുണ്ട്. തുടങ്ങിയ ബിസിനസ് എല്ലാം പരാജയപ്പെട്ടു. ഇലക്ഷനിൽ വീണ്ടും തോറ്റു. എന്നാൽ വിജയിച്ച് പ്രസിഡൻ്റായപ്പോൾ ദൈവത്തെ മറന്നില്ല, യേശുവിൻ്റെ തിരുവചനങ്ങളും മറന്നില്ല. അദ്ദേഹത്തിൻ്റെ എതിരാളിയായിരുന്ന എഡ്വിൻ സ്റ്റാൻടൺ അദ്ദേഹത്തെ ഒരിക്കൽ കുരങ്ങൻ എന്ന് വിളിച്ച് പരിഹസിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം പ്രസിഡൻ്റായപ്പോൾ ഒരു തിരിച്ചടി കൊടുക്കുവാൻ നല്ലൊരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം അഹങ്കരിക്കുക അല്ല ചെയ്തത്, ശുശ്രൂഷ മനോഭാവത്തോടുകൂടി എളിമപ്പെടുകയും ഒരു പടി കൂടി കടന്ന് എഡ്വിൻ സ്റ്റാൻടനെ യുദ്ധകാര്യങ്ങളുടെ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തു. സുവിശേഷത്തിൽ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് തർക്കിക്കുന്ന ബലഹീനരായ അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന മനോഭാവത്തിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് തൻ്റെ ശത്രുവിൽ നന്മ കാണുന്നതും ബഹുമാനിക്കുന്നതും ആദരിച്ച് അംഗീകരിക്കുന്നതും.